നമ്മുടെ ജീവിതം ഏത് നിലവാരത്തിലായി തീരണമെന്ന് തീരുമാനിക്കുന്ന രണ്ട് കാര്യങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നു. ഒന്ന് നമ്മുടെ ചിന്താഗതിയും, രണ്ട് നമ്മുടെ ആകുലതകളും. ഒരുവൻ്റെ ചിന്താഗതി ശരിയായ നിലവാരത്തിൽ ചലിച്ചില്ല എങ്കിൽ അവൻ്റെ ജീവിതം ശരിയായ നിലവാരത്തിൽ മുൻപോട്ട് പോകുവാൻ ഇടയാകുകയില്ല. ഒരുവൻ്റെ ഹൃദയത്തിൽ അനാവശ്യമായി ഒരുപാട് ആകുലതകളുണ്ടെങ്കിൽ അവൻ്റെ ജീവിതം ശരിയായ നിലവാരത്തിൽ മുൻപോട്ട് പോകുവാൻ സാധ്യത കുറവാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുകയാണ്, നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുക. നിങ്ങളുടെ സകല ചിന്തയും ആകുലതകളും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുക. എന്തിനാണ് നമ്മുടെ സകല ചിന്തയും ആകുലതകളും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവാൻ വചനം നമ്മളോട് പറയുന്നത്? തൊട്ട് മുൻപത്തെ ഭാഗം ദൈവത്തിൻ്റെ വചനം നമ്മളോട് ഇങ്ങനെ പറയുന്നു, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്ത ആകുലതകളും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുക. അതെ, ഭാരപ്പെടേണ്ട, ആകുലപ്പെടേണ്ട, ചിന്തകൾ ചിതറിപ്പോകണ്ട. കർത്താവിൽ ആശ്രയിക്കുക. അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നതാകിയാൽ സകല ചിന്താകുലങ്ങളും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുക. കർത്താവ് നിങ്ങളെ വഴി നടത്തുവാൻ വേണ്ടി പോകുന്നു. ഗോഡ് ബ്ലസ് യു. ആമേൻ. ആമേൻ.